ആരെങ്കിലും എൻ്റെ ഗബ്രിയെ കണ്ടോ എന്ന് ചോദിക്കുന്ന ജാസ്മിനെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ഇങ്ങനെ വഴിയിലേക്ക് കണ്ണും നട്ട് എൻ്റെ ഗബ്രി ഇപ്പോൾ വരുമോ, എൻ്റെ ഗബ്രി എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ ലൈവിൽ ഗബ്രിയെ കാത്തിരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്നത്. ഈ മണിച്ചിത്രത്താഴിലെ ഒരു പാട്ടുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞ പാട്ട് ഈ വരുവാനെല്ലാരും ആ പാട്ട് എനിക്ക് ഓർമ്മ വരും കേട്ടോ, വരികൾ എനിക്കറിയില്ല. അപ്പോൾ ആ പാട്ടാണ് കൃത്യമായിട്ട് ജാസ്മിനെ കാണുവാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത്. ആര് വന്നാലും പാട്ട് കേട്ടാൽ ഓളം തന്നെ ജാസ്മിൻ ഏത് നിമിഷവും എൻ്റെ ഗബ്രി വരും, എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം, ഒരു കടി കൊടുക്കണം എന്നാലോചിച്ചിരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് ബിഗ് ബോസിലുടനീളം കാണാൻ പറ്റുന്നത്. ഞാൻ ഇന്നലെ യമുനയോട് സംസാരിച്ച കാര്യം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കൊച്ചിന് മുടിഞ്ഞ പ്രേമമാണ്, പക്ഷെ അത് തുറന്നു പറയാൻ ആ കൊച്ചിന് വയ്യ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അത് ആദ്യമേ പോലെ ഇവർ രണ്ടുപേരും പ്രേമമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് പുറത്തു പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീരുമാനിക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് ആവത്തില്ലായിരുന്നു. അത് പ്രേമമാണ് താനും, അത് പക്ഷെ തുറന്നു പറയാനും വയ്യാത്തൊരവസ്ഥ ജാസ്മിനുണ്ട്. ജാസ്മിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കാസ്റ്റിൻ്റെയൊക്കെ ഭയങ്കര പ്രശ്നം ജാസ്മിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഗബ്രി ഇഷ്ടമാണ്, പക്ഷെ സ്വന്തം ജാതി അല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നവുമാണ് താനും. ഏതായാലും ഗബ്രിയെ കാത്തിരിക്കുന്ന ജാസ്മിൻ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പ്രതികരിക്കും, എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ, നമുക്കും അത് രസമല്ലേ, പൊടി രസം. അപ്പം കാത്തിരിക്കാം.